ഈ ദുനിയാവിൽ അറബിക് ഹോട്ടലുകളിൽ പോയിരുന്നുകൊണ്ട് ശവായ കഴിക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ചതായ മുസ്ലിമേ, വടകരയിലും മറ്റുമുള്ളതാകുന്ന ഹോട്ടലുകളിലേക്ക് പോയിക്കൊണ്ട് പയ്യോളിയിലും മറ്റുള്ള ഹോട്ടലുകളിൽ പോയിരുന്നുകൊണ്ട് ശവായ കഴിക്കാൻ തുനിയുന്നതായ പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, കോഴിക്കോട് ജില്ലയിലെ കാവുന്തറ നിവേശികളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഈ അറബിക് ശവായ എന്ന പദം, നരകത്തിലെ കോഴി എന്നറിയപ്പെടുന്ന ഈ ഒരു പദം എവിടെ നിന്നാണ് വന്നിട്ടുള്ളതെന്നറിയുമോ? ആദ്യമായി ഈ പദം പറഞ്ഞത് ഖുർആനാണ്, ഖുർആനാണ്. നസാതൽ ശവാ, നിന്റെ തലച്ചോറ് പൊരിച്ചെടുക്കുകയാണ്, അത് കരിച്ചെടുക്കുകയാണ്. ആദ്യമായി നരകത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സ്ഥലത്താണ് അല്ലാഹു ഈ പദം പറയുന്നത് എന്ന് അറിയണേ. ചുട്ടെടുത്ത കോഴി കഴിക്കുന്ന മനുഷ്യ, നാളെ നിന്റെ തല അല്ലാഹു കരിക്കുകയാണ്, അത് നാളെ ചുട്ടെടുക്കുകയാണ്. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, ലള എന്ന നരകത്തിന്റെ പ്രത്യേകത, ഓരോ നരകത്തിനും ഓരോ പ്രത്യേകതയാണ്. ലള എന്ന നരകത്തിന്റെ പ്രത്യേകത നസാഅത്തൽ ശവാ, നിന്റെ മൂർധാവിലാണ് പിടിക്കുക. നിന്നെ കൊണ്ടുവന്ന ആ തലച്ചോറ് കരിച്ചെടുക്കുകയാണ്, അതല്ലാഹു ചുട്ടെടുക്കുകയാണ്. തദ്ഉ മൻ അദ്ബറ വതവല്ല വജമഅ ഫഅവ വജമഅ ഫഅവ, പിന്തിരിഞ്ഞോടിക്കൊണ്ട് നിലകൊള്ളുന്ന ആളുകളെ, നരകത്തിന്റെ ഭീകരത കണ്ടുകൊണ്ട് പുറത്തേക്ക് ഓടുന്ന മനുഷ്യ, ആ നരകം നിന്നെ പിടിച്ചു വിഴുങ്ങുകയാണ്. നരകത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റുകയില്ല. എന്ന നരകത്തിന്റെ പ്രത്യേകതയാണത്. നിന്റെ കുടുമിക്ക് പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുവന്നിടുകയാണ്. നിന്റെ തല അല്ലാഹു പൊരിച്ചെടുക്കുകയാണ്. അല്ലാഹു ഇതാ സബാരിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുഖേന നിന്റെ തലച്ചോറ് അല്ലാഹു ചുട്ടെടുക്കുകയാണ്. മൻ അദ്ബറ വതവല്ല. ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ വചനങ്ങളെ കേൾക്കാതെ, വാതുകളെ ശ്രവിക്കാതെ കിറന്നുടങ്ങിയ മനുഷ്യനല്ലേ, ഒഴിനേറ്റ് പോയ മനുഷ്യനല്ലേ, വാതുകളെ കേൾക്കാനുള്ള കാതുകൾ ഉണ്ടായിട്ട് അത് കേൾക്കാതെ സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയവനല്ലേ, തള്ളി നീക്കിയ സോദരിയല്ലേ, ഇതാ നരകം നിന്നെ മാടി വിളിക്കുകയാണ്. ഒരാൾക്കും കൊടുക്കാതെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അതിനെ സൂക്ഷിച്ചു വെച്ച മനുഷ്യനല്ലേ. ഒരുമിച്ച് കൂട്ടുക മാത്രമല്ല, അതിനെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്ത മനുഷ്യനല്ലേ. നിന്നെ ഇതാ ലള എന്ന് പറയുന്ന നരകം വിലക്കെടുക്കുകയാണ്. നിന്നെ നരകം വിഴുങ്ങുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഒരാളും തുണ വരുകയില്ല, ഒരാളും നിന്നെ രക്ഷിക്കാനുണ്ടാവുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരു കൂട്ടുകാരൻ പോലും നിന്നെ രക്ഷിക്കാനുണ്ടാവുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ശരിക്കും മനസ്സിലായിക്കോ, സമ്പത്ത് കൂടുന്നതിൽ കാര്യമില്ല. സമ്പത്ത് കൂടിയാൽ അദാബാണ്, മഹ്ശറയിൽ നാശമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഖുർആൻ പറയാണ്, സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അത് സൂക്ഷിച്ചു വെച്ചിട്ട് നാളെയുടെ ലോകത്തിന് അത് ഉപകരിക്കുമെന്ന് കരുതിക്കൊണ്ട് ആർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന മനുഷ്യൻ നാളെ മഹ്ശറയിൽ വെണ്ണീറാവുകയാണ്, നരകത്തിലേക്ക് എടുത്തെറിയപ്പെടും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ലള എന്ന നരകത്തിന്റെ അഹ്ലുകാരായി മാറി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് പണക്കാരനാവണ്ട, വനിയ ആവണ്ട, ഏതായാലും മതി, മിസ്കീനായാലും മതി, നമ്മുടെ കാര്യങ്ങൾ നടന്നു പോയാൽ മതി. ഒരുപാട് ബാങ്ക് ബാലൻസ് ഒക്കെ വന്നാൽ അദാബാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നോളി, ഒരു സദഖ എല്ലാവരും കൊടുക്കട്ടെ. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും സദഖ നൽകും, അല്ലാഹു സ്വീകരിക്കട്ടെ. എന്തിനാണ് ഈ വഅദിന്റെ മജ്‌ലിസുകളിലൊക്കെ ഇങ്ങനെ ബക്കറ്റ് വിരിക്കുന്നതും മറ്റുള്ള പിരിവുകളും ഒക്കെ എന്തിനാ? നമ്മളുള്ള സമ്പത്ത് ദീനിന് വേണ്ടി കൊടുക്കാനുള്ള ഒരു സാഹചര്യം അല്ലാഹു ഈ സദസ്സിലൂടെ ഒക്കെ നൽകാൻ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളല്ലാതെ എവിടെയാ കൊടുക്കുന്നത്? ആർക്ക് കൊടുക്കുന്നു? എന്ത് കൊടുക്കുന്നു? ഒന്നുമില്ല. മോണിറ്റർ വെച്ചുകൂടെ ഓളിയിടണം.
മൈക്ക് മോണിറ്ററിൽ വേറെ എവിടെയാ നമ്മൾ കൊടുക്കുന്നത്? എവിടെയും കൊടുക്കുന്നില്ല. അതുകൊണ്ട് നല്ല നിയ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരം അല്ലാഹു നൽകാൻ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നല്ല നിയ്യത്തിൽ കൊടുക്കുക. ഒരാൾ പോലും ഒഴിയണ്ട. എല്ലാ സഹോദര സഹോദരിമാരും ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്ത് വെച്ചിട്ട് زر ضريح المصطفى وزد إقامة به زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله. അല്ലാഹു ഞങ്ങളിൽ നൽകുന്ന സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാഹ്. പാപങ്ങൾ പൊറുപ്പിക്കാൻ ഹേതുവാക്കണേ അല്ലാഹ്. ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞങ്ങൾ കൊണ്ട് സർവ്വ സദുദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. വിഷമങ്ങൾ സങ്കടങ്ങൾ തീർക്കണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്വതക്കയായി സ്വതക്കയെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ പണക്കാരനായാൽ ആഖിറത്തിൽ രണ്ട് കാര്യങ്ങളാണ്. ഏത് പണക്കാരനായിരുന്നാലും ഹിസാബ് വൈകും എന്നാണ് മനസ്സിലാക്കുക. നമ്മൾ ദുനിയാവിൽ സദക്ക ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ ഹിസാബ് അല്പം വൈകും. അല്ലാഹു ഹിസാബ് എളുപ്പമാകുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുഴുവൻ പാവപ്പെട്ടവരുടെയും ഹിസാബ് കഴിഞ്ഞിട്ടേ പണക്കാരുടെ ഹിസാബ് തുടങ്ങുക തന്നെ. അത് തന്നെ ഇടങ്ങേറാണ്. കാരണം മഹ്ശറിലാണ് നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആണെങ്കിൽ ഇടങ്ങേറായി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അഥവാ 50,000 വർഷമാണ് മഹ്ശറ. അതിന്റെ നേരെ പകുതി അര ദിവസം നിൽക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ 25,000 വർഷമാണ് മഹ്ശറയിൽ നിൽക്കുക. സൂര്യൻ തലയ്ക്ക് മീതെ 3000 വർഷം കത്തിക്കപ്പെട്ട നരകം കൺമുന്നിൽ അതികഠിനമായ ചൂടിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കും. നമ്മൾ ദുനിയാവിൽ എത്ര കാലമാണ് ജീവിച്ചത്? 30, 40, 50, 60, 70. ഈ കൊല്ലം അത്രയും സമ്പാദിച്ചതാകുന്ന ധനാഢ്യനായ വ്യക്തിയുടെ ഈ ഒരു സമ്പത്തിന്റെ കണക്ക് പറയാൻ തന്നെ 25,000 വർഷം നമ്മൾ മഹ്ശറിൽ നിൽക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ തന്നെ എത്ര ഭീകരമാണ് ചിന്തിക്കണം. അതെന്തായാലും ഉണ്ടാവും. ഈ ദുനിയാവിൽ നീ സദഖ കൊടുത്താൽ ഇല്ലേലും പണക്കാരനാണോ ഹിസാബ് നേരിടേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം ഉസ്താദേ? അതിനാവശ്യമുള്ള പൈസ എപ്പോഴും മറ്റുള്ളവർക്ക് സദഖ ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് ബാങ്ക് ബാലൻസ് ഒക്കെ വെച്ച് ഇടങ്ങേറ് വരുത്തണ്ടെന്ന് അർത്ഥം. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അത്യാവശ്യം കാര്യങ്ങൾ നടന്നാൽ മതി. കൂടുതൽ സ്വത്തുണ്ടാകുമ്പോഴാ മക്കളും ഒക്കെ നമ്മുടെ മെക്കിട്ട് കയറാൻ വരുന്നു. ആപ്പാക്ക് നല്ല സ്വത്തുണ്ടെങ്കിൽ പിന്നെ മക്കൾ അതിനനുസരിച്ച് തന്നെ നിൽക്കുക. ഇടത്തരമാണെങ്കിൽ മക്കളൊക്കെ നന്നാവും, പോയി സ്വന്തമായി അധ്വാനിക്കും. മറ്റേത് മക്കളൊക്കെ അനങ്ങുന്നില്ല. ആപ്പാടെ സ്വത്ത് കട്ടുന്നില്ല. എങ്ങനെയെങ്കിലും ഇങ്ങനെ മരിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുക. അതിന് യാസീൻ ഓതിക്കൊണ്ടിരിക്കുക. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇടത്തരക്കാരുമാണെങ്കിൽ അവര് മക്കള് നല്ല അധ്വാനികളായി മാറും. അവർ സ്വന്തമായി അധ്വാനിക്കും. കാര്യങ്ങൾ അന്നത്തെ നടന്നു പോകുന്നുണ്ട്. മക്കളുടെ ചെലവ്, പഠനത്തിന്റെ കാര്യം, അവരുടെ വീട് ചെലവ്, എല്ലാ കാര്യങ്ങളും നടന്നു പോയാൽ ഓവർ ആകണ്ട എന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഒന്നാമത്തത് ഹിസാബ് തന്നെയാണ്. പാവപ്പെട്ടവർ മുഴുവൻ കഴിഞ്ഞിട്ടേ പണക്കാരുടെ ഹിസാബ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഒന്നത്. രണ്ടാമത്തത് ദീനിന് വേണ്ടി ഒന്നും കൊടുക്കാതെ എല്ലാം കൂടി പിടിച്ചു വെച്ച് നിലകൊണ്ടവനാണോ എങ്കിൽ നരകം ഉറപ്പാണ്. ഇപ്പോഴേ ആ നരകത്തിന്റെ പേര് പഠിച്ചു വെച്ചാൽ കേറ്റുമ്പോഴത്തേക്ക് നമ്മളെ പറഞ്ഞാൽ നമ്മളെ ഇതാണ് പറഞ്ഞാൽ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനിപ്പോഴേ പഠിച്ചു. ആ നരകത്തിന്റെ പേരെന്താണ്? ലള എന്ന നരകമായി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പണക്കാര് പോയി കിടക്കേണ്ട നരകാത. സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനെ സൂക്ഷിച്ചു വെക്കുന്നവന് നാളെ അല്ലാഹു കൊടുക്കുന്ന നരകമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇടങ്ങേറ് പിടിച്ചൊരു പരിപാടിയാണ് പണക്കാരനാവുക എന്നുള്ളത്. അപ്പൊ ഓവറായി സമ്പാദിക്കേണ്ട, കാര്യങ്ങൾ നടന്നു പോകാനുള്ളത് മതി. അതാണ് നമ്മൾ എപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചതും ചോദിക്കാൻ പഠിപ്പിച്ചതും മിസ്കീനാകാനാണല്ലോ, പാവപ്പെട്ടവനാകുക. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ പടച്ചറപ്പേ, പാവപ്പെട്ടവരോടൊപ്പം എന്നെ നീ ജീവിപ്പിക്കണേ അല്ലാ, പാവപ്പെട്ടവരോടൊപ്പം എന്നെ നീ മരിപ്പിക്കണേ അല്ലാ, പാവപ്പെട്ടവരോടൊപ്പം എന്നെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. എന്ത് നല്ല ദുആ ആണ് സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്കത് കാണാതെ പഠിക്കാനും ദുആ ചെയ്യാനും തൗഫീഖ് നൽകട്ടെ. എന്താ ദുആ ഇവിടെ ശ്രദ്ധിക്കണേ, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ, അല്ലാഹുവേ പാവപ്പെട്ടവരോടൊപ്പം എന്നെ നീ ജീവിപ്പിക്കണേ അല്ലാ, പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേ അല്ലാ, വഅമിത്നി മിസ്കീനാ, പാവപ്പെട്ടവനായി തന്നെ എന്നെ നീ മരിപ്പിക്കണേ അല്ലാ, വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ, പാവപ്പെട്ടതാകുന്ന ജനകോടികളോടൊപ്പം എന്നെ നീ നാളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. ഈ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്, ആ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. വിധങ്ങൾ ജീവിച്ചതും അങ്ങനെ തന്നെ, വഫാത്തായതും അങ്ങനെ തന്നെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പാവപ്പെട്ടവനാകുന്ന മിസ്കീൻ എന്ന പദവും ഫഖീർ എന്ന പദവും രണ്ടും രണ്ടാണ്. ചില ആളുകൾ ഇത് രണ്ടും ഒന്നായിട്ട് മനസ്സിലാക്കുന്നത്, ഇപ്പോഴും അത് അറിയത്തില്ല. വയസ്സ് 80 ഫഖീർ മിസ്കീൻ ഒക്കെ ഒറ്റ കാറ്റഗറിയിലാണെന്ന് മനസ്സിലാക്കിയത്. രണ്ടും രണ്ടാണ്. സകാത്ത് കൊടുക്കുന്ന വിഭാഗങ്ങളെ ഖുർആൻ പറയുന്നുണ്ട്, അപ്പോഴും ഖുർആൻ ഇത് രണ്ടും വേർതിരിച്ചാ പറഞ്ഞത്. ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي الرقاب والغارمين. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്തിന്റെ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ. നിങ്ങൾ സകാത്ത് നൽകേണ്ടത് ദരിദ്രർക്കാണ്, നിങ്ങൾ സകാത്ത് കൊടുക്കേണ്ടത് മിസ്കീന്മാർക്കാണ്, അഥവാ പാവപ്പെട്ടവർക്കുമാണ്. എന്താ ഇതിൽ തമ്മിലുള്ള വ്യത്യാസം? ഇത് രണ്ടും വേറെ വേറെ ആയിട്ടാണ് ഖുർആൻ പഠിപ്പിച്ചത്. വ്യത്യാസം പറഞ്ഞുതരാം, ശരിക്കും മനസ്സിലാക്കണം. ഫഖീർ എന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ കഴിക്കാനുള്ളത് പോലുമില്ല, തീർത്തും ദരിദ്രൻ, ഒന്നുമില്ല. ആ ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അടുത്ത നേരം ഒന്നും കഴിക്കാനില്ല, പിന്നെ രാത്രി എല്ലാം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രാത്രിയിൽ കഴിച്ചിട്ടുണ്ടാവില്ല. അതാണ് ഫഖീർ, ദരിദ്രൻ. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. കാദൽ ഫഖ്റു അൻ യകൂന കുഫറ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു, ഒരുപക്ഷേ ഈ ദരിദ്രനാകുന്ന അവസ്ഥ കുഫരിയത്തിലേക്ക്, അവിശ്വാസത്തിലേക്ക് എത്തിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ദരിദ്രരായ ആളുകൾ പെട്ടെന്ന് മതം മാറും. കാരണം എന്താ? അപ്പുറത്തേക്ക് ചാടിയ വീട് വെച്ച് കിട്ടും, കാറ് കിട്ടും, പെണ്ണ് കിട്ടും, എല്ലാം കിട്ടും. അങ്ങനെ ചില ആളുകൾ മതം മാറി അങ്ങോട്ട് കളം മാറി ചോദിച്ചു. അങ്ങനെ കണ്ടിട്ടില്ലേ? ഇഷ്ടം പോലെ ദരിദ്രരാകുന്ന ആളുകൾ അങ്ങനെയാണ്, ഈമാൻ തെറ്റിപ്പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാരണം അവർക്ക് അന്നം കിട്ടിയാൽ മതി, അതാണ് അവരുടെ നിയ്യത്ത്. അതിന് എന്തും ചെയ്യും. ചിലപ്പോ പെണ്ണുങ്ങൾ വ്യഭിചരിക്കാൻ തയ്യാറാകും, ശരീരത്തിനണിഞ്ഞ വസ്ത്രം ഉരിഞ്ഞ് മറ്റുള്ളവർക്ക് കിടപ്പറ പങ്കിടും. കാരണം എന്താ? ഒരു നേരത്തെ ആഹാരം കിട്ടിയാൽ മതി. റെസ്ട്രീറ്റുകളിലൊക്കെ നമ്മൾ കണ്ടില്ലേ അത്തരത്തിലുള്ള ആളുകൾ? ഡൽഹി മാത്രമല്ല, കേരളത്തിലുണ്ടല്ലോ അത്തരത്തിലുള്ളതാകുന്ന നിരത്തുകൾ. ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ വ്യഭിചാരത്തിന് വേണ്ടി തുണി അഴിച്ചിടുന്നതാകുന്ന അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ലക്ഷ്യം അന്നമാണ്, ഒരു നേരത്തെ അന്നമാണ്. എന്ത് പണിക്ക് നിൽക്കും, തറപ്പണിക്ക് നിൽക്കും.
മിസ്കീൻ അങ്ങനെയൊന്നുമില്ല. അവൻ അഭിമാനത്തിന് ഭയമുള്ള ആളുകളാണ്. അഭിമാനക്ഷതം ഭയന്നിട്ട് നിലകൊള്ളുന്ന വ്യക്തിയാണ്. മറ്റൊരാളുടെ മുന്നിൽ പോയി കൈ നീട്ടൂല. അങ്ങനത്തെ ഉള്ള ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. ഒരു സമൂഹത്തിൽ 100-ൽ 80% ഉള്ളത് ഈ മിസ്കീന്മാരാണ്. 10% പണക്കാരും ഉണ്ടാകും, 10% തീർത്തും ദരിദ്രരും ഉണ്ടാകും. 80% മിസ്കീനാണ്. നമ്മളിൽ പലപ്പോഴും നമ്മൾ സദക്ക നൽകലാർക്കാ? മിസ്കീനല്ല കൊടുക്കൽ. ആർക്കാ കൊടുക്കൽ? ഫക്കീറിനാണ്. കാരണം എന്താ? നമ്മുടെ മുന്നിൽ വന്നിങ്ങനെ കൈ നീട്ടി ആചാര്യ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുമ്പോ ആചാര്യ ഭയങ്കര കാശുകാരനാണെന്ന അർത്ഥത്തിൽ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കും. നമുക്ക് വലിയൊരു രസമാണ്. കാരണം എന്താ? നമ്മുടെ മുന്നിൽ ഒരാൾ യാചിച്ചു വന്നു, അപ്പൊ നമ്മൾ വലിയ രാജാവായി. അപ്പൊ ബിസ്മില്ലാ ആചാര്യ 500 നോട്ട് ഇങ്ങനെ എണ്ണി മറ്റോ നിങ്ങൾ ഇപ്പൊ കിട്ടും. നോക്കുമ്പോ അതിനടിയിൽ 5 ഒരു നോട്ട് എടുത്തിട്ട് ബിസ്മില്ലാ. അതാണ് നമ്മുടെ സ്വഭാവം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ എല്ലാവരും അല്ല കേട്ടോ, ചില ആള്. ബാക്കി ചില ആളുകൾ ഒന്നും കൊടുക്കത്തില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ദരിദ്രം കാണിച്ച് വണ്ടി ഓടിച്ചു. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ആണോ അല്ലയോ? അപ്പൊ യാചിക്കാൻ യാതൊരു മടിയില്ലാത്ത കൂട്ടരാണ് ഫഖീറുകൾ, ദരിദ്രരായ ആളുകൾ. ആരുടെ മുന്നിലും പോയി കൈ നീട്ടും. ഇപ്പൊ ഈ സദസ്സ് പിരിഞ്ഞിട്ട് ഒരാളിവിടെ വാതിൽക്കൽ നിന്നിട്ട് എല്ലാവർക്കും 100 രൂപ വെച്ച് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. ഫഖീറായ ആളുകൾ, ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ദരിദ്രരായ ആളുകൾ പോയി അത് വാങ്ങും. മിസ്കീൻ വാങ്ങൂല. മിസ്കീനായ ആളുകൾ അഭിമാനത്തിന് ഭയമുള്ള ആളുകളാണ്. അയാൾ ആൾക്കാരുടെ മുന്നിൽ പോയി കൈ നീട്ടൂല. അയാൾക്ക് എന്നാ വളരെ ആവശ്യമായിരിക്കും. ആ 100 രൂപ കിട്ടിയാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും, പക്ഷെ കൈ നീട്ടൂല. അഭിമാനം ഭയന്നിട്ട് അയാൾ മാറി നിൽക്കും. അത്തരക്കാരെ കൂടി പരിഗണിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഭാഗമാണ് അവർ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. നമ്മൾ പരിശുദ്ധമായ റജബ് മാസം വന്നത് തന്നെ റമദാനിന് മുന്നൊരുക്കമായിട്ടാണ്. റജബ് എന്ന വാക്ക് അത് പിടിക്കപ്പെട്ടത് അതിന്റെ മൂലപദം തർജീബ് എന്നതിൽ നിന്നാണ്. തർജീബ് എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക, ആദരിക്കുക ഈ മാസത്തെ എന്നർത്ഥമുണ്ട്. മറ്റൊരർത്ഥമാണ് ഒരുങ്ങി തയ്യാറാവുക എന്നർത്ഥമുണ്ട്. റമദാനിന് മുന്നോടിയായി ഈ മാസത്തിൽ ഒരുങ്ങി തയ്യാറാവുക. എങ്ങനെയാണ് ഒരുങ്ങി തയ്യാറാകേണ്ടത്? റമദാനിൽ ധാരാളം ധർമ്മം ചെയ്യൽ അനിവാര്യമാണ്. വലിയ കൂലിയാണ്. അത് ഈ മാസം മുതൽക്ക് തന്നെ നമ്മൾ തുടങ്ങി വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് റജബ് റഹ്മത്തിനെ കുറിക്കുന്നു, ജീം ജൂദ് ധർമ്മത്തെ കുറിക്കുന്നു, മറ്റുള്ളവർക്ക് ധർമ്മം ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണ നൽകുന്നു. ബറക്കത്തിനെ കുറിക്കുന്നു, ബറക്കത്തിന്റെ മാസം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ദാനം ചെയ്യണം, അത്യാവശ്യം ദാനം ചെയ്യേണ്ട മാസമാണിത്. റമദാനിന് മുന്നോടിയായി നമ്മുടെ മനസ്സിനെ അതിലേക്ക് പാകപ്പെടുത്തി ഒരുങ്ങി തയ്യാറാകേണ്ട ഒരു മാസം കൂടിയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളൊരു വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ, യാത്ര പോകുന്ന വേളയിൽ ആദ്യം ഏതെങ്കിലും ഒരു സാധുവിനെ കണ്ടാൽ അയാൾക്കൊരു സദഖ കൊടുത്തിട്ട് പോകൽ സുന്നത്തുണ്ട്. സദഖ, കാരണം ആ യാത്രയിലുള്ള ബുദ്ധിമുട്ട് നീങ്ങാൻ അത് കാരണമാണ്. എപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ പള്ളിക്കുറ്റി കൊണ്ടിട്ട് 10 രൂപ ഇടും. നാട്ടുകാരൻ മുന്നിലാണ് ചിലപ്പോൾ 50 രൂപ കൊടുക്കേണ്ടി വരും. പള്ളിക്കുറ്റിയിലാണെങ്കിൽ 5 ഇട്ടാലും കുഴപ്പമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് നമ്മുടെ സ്വഭാവം. പള്ളിക്കുറ്റിയിൽ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അസ്സദഖത്തു റദ്ദുൽ ബലാ, എല്ലാ ബലാ മുസീബത്തുകളും പോട്ടെ എന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്ത് ബിസ്മില്ലാ തലയ്ക്ക് പിടിച്ച് ഒഴിഞ്ഞിട്ട് ബിസ്മില്ലാ കിട്ടും. ചെയ്യുന്നത് നല്ലതാണ്. അല്ലാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അല്ലേ, ചെയ്യലില്ലേ അങ്ങനെ ഒരു യാത്ര പോകുമ്പോ? കാരണം ആ യാത്രയിലുള്ള ഇടങ്ങേറുകൾ, ബലാ മുസീബത്തുകളൊക്കെ തടുക്കാൻ അത് ഹേതുവാണ്. സദഖ എപ്പോഴും വലിയ ഗുണമാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അപ്പൊ മിസ്കീന് ഫക്കീർ രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലായി. ഫക്കീർ എന്ന് പറഞ്ഞാൽ തീർത്തും ദരിദ്രൻ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തവൻ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടന്നു പോകും, ഒരുപാട് നീക്കുപോക്കൊന്നും ബാലൻസ് ഇല്ല എന്നർത്ഥം. ഒരുപാട് പൈസയൊന്നും സ്വരൂപിച്ച് അലമാരിക്കകത്തും വെച്ചിട്ടില്ല, ബാങ്കിലും ഇല്ല, കയ്യിലും ഇല്ല. അങ്ങനത്തെ പാവപ്പെട്ടവനാണ് മിസ്കീൻ എന്ന് പറയുന്നത്. മിസ്കീനാകാനാണ് ആര് ദുആ ചെയ്തിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുള്ളത്. ഫഖീർ ആവാതിരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുള്ളത്. ശരിക്കും ശ്രദ്ധിക്കണേ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ ഫാഖാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഇല്ലായ്മത്തെ തൊട്ടും ദാരിദ്ര്യത്തെ തൊട്ടും നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്.
اللهم إني أعوذ بك من الفقر والفقر ഇല്ലായ്മ തരത്തെ തൊട്ടും ദരിദ്രത്തെ തൊട്ടും നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയാണ് ദരിദ്രനാവുന്നതിനെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു എന്ന് ദുആ ചെയ്യും. അപ്പൊ അത് രണ്ടും വേണ്ട, ഏതും വേണ്ട. ഫഖീറാവുകയും വേണ്ട, ഏറ്റവും വലിയ കാറ്റഗറി ധനാഢ്യനാവുകയും വേണ്ട. രണ്ടും ഇടങ്ങേറാണ്. ഫഖീറായാൽ ഒരുപക്ഷെ ഈമാൻ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാരണം ഭക്ഷണത്തിന് വേണ്ടി എന്ത് പണിയെടുക്കുമല്ലോ, കാര്യം നടക്കാൻ വേണ്ടി. വനിയായാലോ ആഖിറത്തിലെ ഹിസാബ് ഇടേണ്ടി വരും, വലിയ വലിയ ഹിസാബിന് കാരണമാകേണ്ടി വരും. അതുകൊണ്ട് ഇത് രണ്ടും വേണ്ട, ഇടത്തരമായ മതി. മിസ്കീൻ അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. കാര്യങ്ങൾ നടന്നു പോവാം. ചെറിയ വീട്, നമുക്കൊരു ചെറിയൊരു വാഹനം, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ, പഠനങ്ങളൊക്കെ നടന്നു പോകുന്നു. ആരെയും മുന്നിൽ കൈനീട്ടണ്ടാത്ത ഒരവസ്ഥ. മറ്റൊരാളോട് പോയിട്ട് ഒരു 5000 രൂപ എന്ന് വൈകുന്നേരം തരാം, അല്ലെങ്കിൽ നാളെ തരാം, 10,000 രൂപ എന്ന് ചോദിക്കേണ്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കിട്ടിയാൽ ഏറ്റവും വലിയ ഖൈറാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവനാണ് ഏറ്റവും വലിയ നിർഭയത്വമുള്ളവൻ, അവൻ ഏറ്റവും വലിയ വിജയിയാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഈ ഒരു കാറ്റഗറിയിൽ എപ്പോഴും നമ്മൾ നിലനിൽക്കണമെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം. ഇപ്പൊ പറഞ്ഞെന്താ, വനിയനെ പരിചയപ്പെടുത്തി, ഫഖീർ പറഞ്ഞു, ദരിദ്രൻ ആരാണെന്ന് പറഞ്ഞു, മിസ്കീൻ പറഞ്ഞു. മിസ്കീൻ എന്നതാണ് ഏറ്റവും നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ആഗ്രഹിച്ചത്, അങ്ങനെ തന്നെയാണ് നബി തങ്ങൾ ജീവിച്ചത്, അങ്ങനെ തന്നെയാണ് വഫാത്തായത്. ആ ഒരു മിസ്കീൻ എന്ന കാറ്റഗറിയിൽ തന്നെ നിലകൊള്ളാൻ നമ്മൾ എപ്പോഴും പാലിക്കേണ്ട, റിസ്ക് വിശാലമാക്കാൻ ഉപകരിക്കുന്ന ഒരു അമലാണ് നിസ്കാരം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാനിപ്പോ പറഞ്ഞു കൊണ്ടുവന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചതും അതാണ്, നിസ്കാരം. ഈ 3 കാറ്റഗറിയിൽ ഏറ്റവും നല്ല കാറ്റഗറി ഏതാ? മിസ്കീൻ. ഇടത്തരം സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ നടന്നു, മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് റിസ്ക് കറക്റ്റ് ആവണം. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തല്ല, ഭക്ഷണം മാത്രമല്ല, എല്ലാം ഉൾപ്പെട്ടു. നല്ല വീട്, നല്ല വാഹനം, നല്ല ഭക്ഷണം, നല്ല ജീവിതോപാധികൾ, എല്ലാ ജീവിത വ്യവഹാരങ്ങൾ, എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടതിനാണ് റിസ്ക് എന്ന് പറയുക. വിശാലമായ അർത്ഥമാണ്. നമ്മൾ റിസ്ക് എന്ന് മനസ്സിലാക്കിയാൽ കഴിക്കുക മാത്രമല്ല, അത് മാത്രമല്ല, അത് നമുക്ക് എപ്പോഴും അതിന്റെ ചിന്ത ആയതുകൊണ്ടാണ്. അത് മാത്രമല്ല റിസ്ക്, ഇതെല്ലാം കൂടി ഉൾപ്പെട്ടതാണ്. വീട്, വാഹനം, ഭക്ഷണം എല്ലാം കൂടി ഉൾപ്പെട്ടതിനാണ് റിസ്ക് എന്ന് പറയുന്നത്. അതെല്ലാം കറക്റ്റായി കിട്ടണമെങ്കിൽ ഒറ്റ കാര്യം മുറുകെ പിടിച്ചാൽ മതി. ഖുർആൻ പറയുന്നു, ഏതാ പിടിക്കേണ്ടത്? നിസ്കാരം 5 വഖത്ത് മുറ പോലെ നിർവഹിക്കണം. പോരാ, കുടുംബത്തെ കൊണ്ട് നിസ്കരിപ്പിക്കുക. അല്ലാഹു പറയാ, അല്ലാഹു വാഗ്ദാനം തരിക. നിസ്കാരത്തിന്റെ വാർഷികം കഴിക്കുന്നതായ ഈ റജബ് മാസത്തിൽ നാം ഇത് അറിയണം, ഈ ആയത്ത് ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅ ദുനിയാ ലിനഫ്തിനഹും ഫീഹി വരിസ്ഖു റബ്ബിക ഖൈറുൻ وأبقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة. ശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ولا تمدن عينيك إلى ما متعنا به أزواجا منهم. ഈ ദുനിയാവിൽ അല്ലാഹു ചില ഇണകൾക്ക് നൽകിയിട്ടുള്ളതാകുന്ന സംവിധാനങ്ങൾ, ഈ ദുനിയാവിൽ അല്ലാഹു കൊടുത്തിരിക്കുന്നതായ ഭൗതികമാകുന്ന ആഡംബര ആസ്വാദനങ്ങൾ കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് അതിലേക്ക് നീട്ടരുതേ. വലാ തമുദ്ദന്ന ഐനൈക, നിങ്ങളുടെ കണ്ണുകൾ നീട്ടരുതേ.
അസ്വാജം മിൻഹും ഈ ഭൗതികമാകുന്ന ലോകത്തെ ചില ഇണകൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നതായ ആഡംബര ആസ്വാദനങ്ങൾ കണ്ട് നിങ്ങളുടെ കണ്ണുകൾ അതിലേക്ക് പോകരുതേ പോകരുതേ. കാവുന്തറയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ചെറുപ്പക്കാരായ യുവാക്കളെ യുവതികളെ ഓരോ യൂട്യൂബ് ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് അതിൻ്റെതാകുന്ന അഖിലുകാരുടെ ജീവിതങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ അതിലേക്ക് കണ്ണു നട്ട് പോകരുതേ. അവർക്ക് കിട്ടിയിരിക്കുന്ന വീടെത്രയാണ്, എത്ര സൗഭാഗ്യകരമാകുന്ന അനുഗ്രഹങ്ങളാണ് അല്ലാഹു കൊടുത്തത്. എനിക്കും എന്റെ ഇക്കാക്കും അത്തരത്തിലുള്ള ജീവിതം അല്ലാഹു നൽകിയില്ലല്ലോ എന്ന് കരുതിയിട്ട് പെണ്ണെ നിന്റെ കണ്ണ് മഞ്ഞളിച്ച് പോകരുതേ. ദുന്യവിയായ ഒരു കാര്യത്തിലേക്കും നിന്റെ മനസ്സ് പോകരുതേ പോകരുതേ. അത്തരത്തിലുള്ള ജീവിതം കാണുമ്പോ നീ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണേ, ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ. ദുനിയാവിൽ ആർഭാടകരമാകുന്ന ജീവിതം നയിക്കുന്നത് കാണുമ്പോ, അമ്പരചുംബികളായ മണിമേടകൾ കാണുമ്പോ, അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ. അല്ലാഹുവേ പടച്ച റബ്ബേ, ആഖിറത്തിന്റെ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല അല്ലാഹ്. യഥാർത്ഥ ജീവിതം ആഖിറമാണ്, ആഖിറമാണ്. ഇതൊക്കെ കേവലം നശ്വരമാണ്. അനശ്വരവും അനന്തവുമായ ലോകത്തിനല്ലേ മുസൽമാൻ ജീവിക്കേണ്ടത്. ഇവിടെയുള്ള വാഹനമോ, ഇവിടെയുള്ളതാകുന്ന പറമ്പുകളോ, ഇവിടെയുള്ള ഏക്കർ കണക്കിനുള്ളതാകുന്ന ഭൂമികളോ, ഇവിടെയുള്ള അമ്പരചുംബികളായ മണിമേടകളോ മാളിക സൗധങ്ങളോ നിനക്ക് നാളെ ആഖിറത്തിൽ തുണ വരുവയില്ല. ഇതൊന്നും ശാശ്വതമല്ല. ശാശ്വതമാകുന്ന ഒരേ ഒരു ജീവിതം ആഖിറമാ. ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങൾ കാണുമ്പോ അത് നിന്റെ കുടുംബത്തിലുള്ളവരാകട്ടെ അല്ലാതാകട്ടെ, നിന്റെ നാവ് കൊണ്ട് ഉറക്കെ പറയണേ, അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് ഈ ഒരു വാക്യം പറയണേ, അല്ലാഹുവേ ആഖിറത്തിന്റെ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല അല്ലാഹ്. യഥാർത്ഥ ജീവിതം ആഖിറമാണ്, ആഖിറമാണ് എന്നും ശാശ്വതമുള്ളത്. ഏറ്റവും ശാശ്വതത്വമുള്ളതും ഖൈറായ ജീവിതവും ആ പരലോകമാണ്, പരലോകമാണ്. അത് മനസ്സിലാക്കി ജീവിക്കൽ മുഅ്മിനേ നിനക്ക് അനിവാര്യമാണ്, അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ അല്ലാഹു മനോഹരമാകുന്ന വീട് ഒരാൾക്ക് കൊടുക്കുന്നത് കാണുമ്പോ, നല്ല സൗഭാഗ്യമുള്ളതാകുന്ന ജീവിതം ഒരു വ്യക്തിക്ക് അല്ലാഹു നൽകുന്നത് കാണുമ്പോ, നിന്റെ കണ്ണ് അതിലേക്ക് നീട്ടരുതേ. അത് കൊതിച്ചുകൊണ്ട് മുസ്ലിമേ, സഹോദരാ സഹോദരി, നീ നിലകൊള്ളല്ലേ, നിലകൊള്ളല്ലേ. എന്തേ കാരണം? അല്ലാഹു പറയുകയാണ്, ലിനഫ്തിനഹും ഫീഹി, ലിനഫ്തിനഹും ഫീഹി. ഭൗതികമാകുന്ന ലോകങ്ങൾ അല്ലാഹു അവർക്ക് നൽകിയതിന്റെ പിന്നിൽ വലിയ പരീക്ഷണം അവർക്ക് നടക്കുന്നുണ്ട്, വരാനിരിക്കുന്നുണ്ട്. അതറിയണേ, അറിയണേ. അല്ലാഹു ഒരാളുടെ കൈകളിലേക്കും വെറുതെ പണം കൊടുത്തതല്ല. ഒരാളെ ഈ ദുനിയാവിലേക്ക് അല്ലാഹു വെറുതെ പടച്ചതല്ല. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ وأنكم إلينا لا ترجعون. നിങ്ങളെ ഈ ദുനിയാവിലേക്ക് വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ മനുഷ്യ, മാനവാ സഹോദര? ഇല്ല, അല്ല. ഒരിക്കലും അല്ലാഹു നിങ്ങൾ ആരെയും വെറുതെ ഈ ഭൂമിയിലേക്ക് പടച്ചതല്ല. വ്യക്തമായ കാരണമുണ്ട്, വ്യക്തമായ കാര്യമുണ്ട്. വൈലൈനാ തുർജഊൻ. തീർച്ചയായും അല്ലാഹുവിലേക്കാണ് നമ്മുടെ മടക്കമെന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ. ഈ ദുനിയാവ് നശ്വരമാണ്. ഇവിടെ അല്ലാഹു നൽകുന്ന ജീവിതവും ഇവിടെ വരുന്നതാകുന്ന മരണവുമൊക്കെ അല്ലാഹു നൽകുന്ന പരീക്ഷണമാണ്, പരീക്ഷണമാണ്. വിശുദ്ധമായ ഖുർആൻ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ خلق الموت والحياة الذي
ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നും ഇശാ മഗ്രിബിന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിട്ടുള്ളതായ കാവന്തറയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, ആ സൂറത്തുൽ മുൽക്കിന്റെ ആമുഖം ഒന്ന് പാരായണം ചെയ്തു നോക്കണേ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിക്കുന്നതായ അല്ലാഹു അവനത്ര പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്നവനാണ്. അവൻ സർവ്വജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണ്. ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീതി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ അല്ലാഹ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവൻ ഈ ദുനിയവിയായ ജീവിതത്തെയും ശേഷം വരുന്ന മരണത്തെയും അല്ലാഹു പടച്ചത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. സമസ്തയുടെ കോർഡിനേഷൻ സംഘടിപ്പിച്ച മതവിജ്ഞാന വേദിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട മുഅ്മിനേ, മുഅ്മിനത്തെ, അല്ലാഹു വെറുതെ പടച്ചതല്ല ഈ ദുനിയാവ്. അല്ലാഹു നമുക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമെത്തിയ നിന്നിലേക്ക്, ഉമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന നിന്നിലേക്ക് റൂഹിനെ ഊതിയത് വെറുതെ അല്ല. നിന്നെ ഈ ദുനിയാവിലേക്ക് ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഈ ബൃഹത്തായ ലോകത്തേക്ക് അല്ലാഹു പടച്ചത് വെറുതെയല്ല, വെറുതെയല്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, മരണവും ജീവിതവും അല്ലാഹു നിനക്ക് സമ്മാനിച്ചിരിക്കുന്നത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഏറ്റവും നല്ല രീതിയിൽ റബ്ബിനെ ആരാധിക്കുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാനാണ്, പരീക്ഷണമായിട്ടാണ് ഈ ദുനിയാവ് അല്ലാഹു സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് തന്നെ പണത്തിന്റെ പളവളപ്പിൽ വിരാജിക്കുന്നതായ ആളുകളെ കാണുമ്പോ വലാ തമുദ്ദന്ന ഐനൈക, നിന്റെ കണ്ണ് അതിലേക്ക് നീട്ടിപ്പോകരുതേ. കാരണം ലിനഫ്തിനഹും ഫീ, അവർക്ക് അല്ലാഹു പണം കൊടുത്തത്, അവർക്ക് അല്ലാഹു അധികാരം കൊടുത്തത്, അവർ പണത്തിന്റെ പളപളപ്പിൽ വിരാജിക്കുന്നത് എല്ലാം അല്ലാഹു അവർക്ക് നൽകിയ പരീക്ഷണമാണ്. വരിസുഖു റബ്ബിക ഖൈറു വഅബ്ഖാ, അല്ലാഹു നൽകുന്നതായ വിഭവങ്ങൾ, അല്ലാഹു നൽകുന്നതായ റിസ്ഖുകൾ ഏറ്റവും കരണീയമാണ്, ഏറ്റവും ശാശ്വതത്വമുള്ളതാണ്. അല്ലാഹു നൽകുന്ന വിഭവങ്ങളാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ശാശ്വതത്വമുള്ളത്. അല്ലാഹു പറയാ, അവർക്ക് കൊടുത്ത റിസ്ഖ്, അവർക്ക് വീട് കൊടുത്തു, കാറ് കൊടുത്തു. അയൽവാസിയാകുന്ന മനുഷ്യൻ അയാൾക്ക് വലിയ കാറ് വാങ്ങിച്ചു, ഒരു കാര്യമില്ല. അല്ലാഹു നിനക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ ഖൈർ.